2026 ജൂൺ 18 ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായ ഒരു ചരിത്ര പ്രഖ്യാപനം നടത്തി. ഇന്ത്യ പൂർണ്ണമായും നക്സൽ മുക്തമായിരിക്കുന്നു. അതെ, 2026 മാർച്ച് 31 ഇന്ത്യയിലെ ഇടത് തീവ്രവാദം, ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസം പൂർണ്ണമായും അവസാനിച്ചുവെന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 59 വർഷമായി നടന്ന ഇന്ത്യൻ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ നടന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിനാണ് ഇവിടെ തിരശ്ശീല വീഴുന്നത്. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇതൊരു വലിയ സൈനിക വിജയമായി മാത്രം കൊണ്ടാടുകയാണ്. എന്നാൽ ഈ സൈനിക വിജയത്തിന് പിന്നിൽ മുഖ്യധാര മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന ഒരു വലിയ സാമ്പത്തിക യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യയിലെ ഈ ചുവപ്പൻ ഇടനാഴി, റെഡ് കോറിഡോർ, സ്ഥിതി ചെയ്യുന്നത് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന കൽക്കരിയുടെയും ഇരുമ്പയിരിന്റെയും അപൂർവ ധാതുക്കളുടെയും മുകളിലാണ്. കഴിഞ്ഞ 50 വർഷമായി മാവോയിസ്റ്റുകളെ ഭയന്ന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ കാടുകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ ഭീഷണി ഒഴിഞ്ഞതോടെ ഈ ലക്ഷക്കണക്കിന് കോടികളുടെ പ്രകൃതി സമ്പത്ത് ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്? ഇന്ന് നാം ഈ ചുവപ്പൻ ഇടനാഴിയുടെ ചരിത്രവും അതിന് പിന്നിലെ സാമ്പത്തിക വൈരുദ്ധ്യങ്ങളും വിശകലനം ചെയ്യുകയാണ്. ഇതൊരു സൈനിക വിജയമാണോ, അതോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് ഡീലിന്റെ തുടക്കമാണോ? വീഡിയോ അവസാനം വരെ കാണുക. ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് പോകണം. 1967 പശ്ചിമ ബംഗാളിലെ നക്സൽ ബാരി എന്ന ഗ്രാമത്തിൽ ഭൂവുടമകളുടെ ചൂഷണത്തിനെതിരെ കർഷകരും ആദിവാസികളും നടത്തിയ ഒരു ചെറിയ സായുധ പോരാട്ടമാണ് പിന്നീട് നക്സലിസമായി മാറിയത്. തോക്കിൻ കുഴലിലൂടെയാണ് അധികാരം വരുന്നത് എന്ന മാവോയിസ്റ്റ് ആശയമായിരുന്നു ഇവരുടെ അടിസ്ഥാനം. പിന്നീട് 2004 വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ ലയിച്ച് CPI രൂപീകരിച്ചു. 2004 മുതൽ 2014 വരെയുള്ള ഒരു ദശാബ്ദം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കാലഘട്ടമായിരുന്നു. 2010 മാത്രം 1936 ആക്രമണ സംഭവങ്ങളും 720 സാധാരണക്കാരുടെ മരണവും സംഭവിച്ചു. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി നക്സലിസമാണെന്ന് 2009 അന്ന് രാജ്യം ഭരിച്ചിരുന്ന സർക്കാർ തന്നെ സമ്മതിക്കേണ്ടിയും വന്നിട്ടുണ്ട്. കശ്മീരിനേക്കാൾ വലിയൊരു ഭീഷണിയായത് മാറി. ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ഒരു സമാന്തര ഗവൺമെന്റും അവർ സ്ഥാപിച്ചു. എന്നാൽ 2014 ശേഷം കേന്ദ്ര സർക്കാർ തങ്ങളുടെ തന്ത്രം പൂർണ്ണമായി ഒന്ന് മാറ്റി. കേവലം തോക്കുകൊണ്ട് തോക്കിനെ നേരിടുന്നതിന് പകരം സർക്കാരിന്റെ പദ്ധതി 3 വാക്കുകളിലേക്ക് ഒതുങ്ങി: വിശ്വാസ് നിർമ്മാൺ ജൻ കല്യാൺ. വിശ്വാസം, നിർമ്മാണം, ജനക്ഷേമം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും പുതിയ ഡേറ്റകൾ പരിശോധിക്കുക. 2022 ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയിൽ നടത്തിയ ഓപ്പറേഷൻ ഒക്ടോപസ്, ഈയിടയ്ക്ക് 2025 തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നടത്തിയ അതിനിർണായകമായ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നീ 2 സായുധ സംരംഭങ്ങളിൽ കൂടെ മാവോയിസ്റ്റുകളുടെ നട്ടലൊടിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുകയും റോഡുകൾ നിർമ്മിക്കുകയും ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുകയും ചെയ്തതിലൂടെ ഗ്രാമീണരുടെ വിശ്വാസം നേടിയെടുക്കാൻ സർക്കാരിന് സാധിച്ചു. അങ്ങനെ 2026 ആയപ്പോഴേക്കും മാവോയിസ്റ്റുകളുടെ സ്വാധീനം 0-ലെത്തി. പക്ഷേ ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ പ്രശ്നം. മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ആ വലിയ പ്രത്യാഘാതം എന്താണ്? ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ പഴയ റെഡ് കോറിഡോർ കാടുകൾക്ക് താഴെ ലക്ഷക്കണക്കിന് കോടികളുടെ കൽക്കരി, ഇരുമ്പയിര്, ബോക്സൈറ്റ്, ഒപ്പം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ ലിഥിയം പോലെയുള്ള അപൂർവ ധാതുക്കളുണ്ട്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മാവോയിസ്റ്റ് പേടി കാരണം ടാറ്റയും അദാനിയും വേദാന്തയും ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ വനമേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാവോയിസ്റ്റുകൾ അവിടുത്തെ കാടുകളെയും പ്രകൃതിയെയും ഒരു പരിധിവരെ കോർപ്പറേറ്റ് ഖനനത്തിൽ നിന്ന് സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഭീഷണി ഒന്നുമല്ലാതായി മാറി. കേന്ദ്ര സർക്കാർ അവിടെ റോഡുകൾ പണിതു കഴിഞ്ഞു. ഇനി എന്തും സംഭവിക്കാം. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ മേഖലയിലേക്ക് ഇരച്ചു കയറും. വൻതോതിലുള്ള ഖനനം തുടങ്ങും. ഇത് വലിയൊരു പാരിസ്ഥിതിക ആഘാതത്തിന് വഴിവെക്കും. നൂറ്റാണ്ടുകളായി കാടുകളിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആദിവാസികൾ തങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുകയും അവർ സ്വന്തം നാട്ടിൽ നിന്ന് അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെടേണ്ട സാഹചര്യവും ഉണ്ടാവാം. ഇത് വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ഒരു സാമ്പത്തിക അധിനിവേശമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയെ നക്സൽ ഭീഷണിയിൽ നിന്ന് മുക്തമാക്കിയത് സർക്കാരിന്റെ വലിയൊരു നേട്ടം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സമാധാനത്തിന് വില നൽകേണ്ടി വരുന്നത് അവിടുത്തെ സാധാരണക്കാരായ ആദിവാസികളാണോ എന്നതാണ് ചോദ്യം.
മാവോയിസ്റ്റുകളുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആദിവാസികൾ നാളെ കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന് ഇരയാകുമോ? ഈ ലക്ഷക്കണക്കിന് കോടികളുടെ പ്രകൃതി സമ്പത്ത് ഇന്ത്യയിലെ പൊതു ഖജനാവിലേക്കാണോ അതോ ചില കോർപ്പറേറ്റ് മുതലാളിമാരുടെ പോക്കറ്റിലേക്കായിരിക്കുമോ യാഥാർത്ഥ്യത്തിൽ പോവുക? ഒരു യാഥാർത്ഥ ദീർഘവീക്ഷണമുള്ള സർക്കാർ ചെയ്യേണ്ടത് ഈ ഖജനാവിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഖനനത്തിന്റെ ലാഭം കോർപ്പറേറ്റുകൾക്ക് മാത്രം നൽകാതെ അത് അവിടെയുള്ള ആദിവാസികളുടെ ക്ഷേമത്തിന് കൂടി ഉപയോഗിക്കുക എന്നതാണ്. ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? റെഡ് കോറിഡോറിന്റെ തകർച്ച ആദിവാസികൾക്ക് അനുഗ്രഹമാകുമോ അതോ ഒരു ശാപമാകുമോ? നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം വസ്തുനിഷ്ഠാപരമായ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, this is Pretty John signing off. Thank you.